പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: തൻ്റെ ദേശത്ത് നിന്ന് നിർബന്ധിച്ചു പുറത്താക്കിക്കളഞ്ഞ ആളിനെ അന്വേഷിച്ച് കണ്ടെത്തി സുഹൃത്ത് ആക്കിയ ആൾ. ഉത്തരം: അബീമേലെക്ക്. ഉൽപ്പത്തി 26:16, 26 മുതൽ 31 വരെ. ക്വസ്റ്റ്യൻ: യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ തലയിൽ മണ്ണുവാരി ഇട്ട് സാഷ്ടാംഗം വീണ് കിടന്നവൻ. ഉത്തരം: യോശുവ. യോശുവ 7:6. ക്വസ്റ്റ്യൻ: പ്രവചിച്ച മഹാപുരോഹിതൻ ആരാണ്? ഉത്തരം: കയ്യഫാവ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:49 മുതൽ 51 വരെ. ക്വസ്റ്റ്യൻ: രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് എന്തായിത്തീർന്നു? ഉത്തരം: മരിച്ചവൻ്റെ രക്തം പോലെ. വെളിപ്പാട് 16:3. ക്വസ്റ്റ്യൻ: ദൈവഭക്തരായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ആര്? ഉത്തരം: മോശ. പുറപ്പാട് 18:21. ക്വസ്റ്റ്യൻ: സമഭൂമിയിൽ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് കവിണ്ണു വീണത് ആര്? ഉത്തരം: യെഹെസ്കേൽ. യെഹെസ്കേൽ 3:23. ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ പിതാവ്. ഉത്തരം: ഹാനോക്ക്. ഉൽപ്പത്തി 5:21. ക്വസ്റ്റ്യൻ: യെഹിസ്കിയാവ് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചത് എത്ര ദിവസം കൊണ്ട്? ഉത്തരം: 8 ദിവസം കൊണ്ട്. 2 ദിനവൃത്താന്തം 29:17. ക്വസ്റ്റ്യൻ: ഐഹിക കാലത്തിനു ശേഷം വീണ്ടും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട പ്രവാചകന്മാർ ആരെല്ലാം? ഉത്തരം: മോശ, ഏലിയാവ്. മത്തായി 17:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന ശുശ്രൂഷയുടെ പേര്. ഉത്തരം: മരണ ശുശ്രൂഷ. 2 കൊരിന്ത്യർ 3:7. ക്വസ്റ്റ്യൻ: ഒരേ പ്രായത്തിൽ മരിച്ച അപ്പനും മകനും. ഏതു പ്രായത്തിൽ? ഉത്തരം: പേലെഗ്, രയു. 239 വയസ്സിൽ. ഉൽപ്പത്തി 11:18 മുതൽ 21 വരെ. ക്വസ്റ്റ്യൻ: യഹോവ ഇടിമുഴക്കി ഭ്രമിപ്പിച്ചത് ആരെ? ഉത്തരം: ഫെലിസ്ത്യരെ. 1 ശമൂവേൽ 7:10. ക്വസ്റ്റ്യൻ: ബേത്ത്ഹോരോൻ പണിത സ്ത്രീ ആര്? ഉത്തരം: ശയര. 1 ദിനവൃത്താന്തം 7:24. ക്വസ്റ്റ്യൻ: കോപം മുഴുത്ത് മുഖഭാവം മാറിയത് ആരുടെ? ഉത്തരം: നെബൂഖദ്നേസർ രാജാവിൻ്റെ. ദാനിയേൽ 3:19. ക്വസ്റ്റ്യൻ: ശൗലിനും ദാവീദിനും ഒരേ പേരിലുള്ള ഭാര്യ ഉണ്ടായിരുന്നു. ഏതാണ് ആ പേര്? ഉത്തരം: അഹീനോവം. 1 ശമൂവേൽ 14:50, 27:3. ക്വസ്റ്റ്യൻ: ഗോതമ്പും യവവും ചെറുപയറും തിനയും ചോളവും അമരയും ഒരു പാത്രത്തിലിട്ട് അപ്പമുണ്ടാക്കി 390 ദിവസം തിന്നു ജീവിച്ചതാര്? ഉത്തരം: യെഹെസ്കേൽ പ്രവാചകൻ. യെഹെസ്കേൽ 4:9. ക്വസ്റ്റ്യൻ: തൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച ആദ്യത്തെ രാജാവ്. ഉത്തരം: അബീമേലെക്ക്. ഉൽപ്പത്തി 20:7 മുതൽ 18 വരെ. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവിന് ശേഷം
ഇസ്രായേലിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയും ചെയ്തത് ആരുടെ കാലത്ത്? ഉത്തരം യെഹിസ്കിയാവിൻ്റെ. 2 ദിനവൃത്താന്തം 30-26-27 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ശലോമോൻ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം യഹോവയുടെ പെട്ടകം എവിടെ നിന്നാണ് ആലയത്തിൽ കൊണ്ടുവന്നത്? ഉത്തരം സിയോൻ എന്ന ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന്. 2 ദിനവൃത്താന്തം 5-2. ക്വസ്റ്റ്യൻ: യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ദർശകനായ ഹനാനിയുടെ. 2 ദിനവൃത്താന്തം 16-9. ക്വസ്റ്റ്യൻ: സദൂക്യർ, ചുങ്കക്കാർ എന്നീ പദങ്ങൾ ഉപയോഗിക്കാത്ത സുവിശേഷം ഏത്? ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം. ക്വസ്റ്റ്യൻ: യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഹീനത വന്ന 2 ദേശങ്ങൾ? ഉത്തരം സെബൂലൂൻ ദേശം, നഫ്താലി ദേശം. യെശയ്യാവ് 9-1. ക്വസ്റ്റ്യൻ: വല്യമ്മയെ ദുഷ്ടസ്ത്രീ എന്ന് വിളിച്ചത് ആര്? ഉത്തരം യോവാഷ്. 2 ദിനവൃത്താന്തം 24-7. ക്വസ്റ്റ്യൻ: ജനം തലമുറയായി രാജാവായിരിക്കുവാൻ ക്ഷണിച്ചപ്പോൾ അത് നിരസിച്ച വ്യക്തി ആര്? ഉത്തരം ഗിദെയോൻ. ന്യായാധിപന്മാർ 8-22-23. ക്വസ്റ്റ്യൻ: വിലാപം ഉത്സവമായും ദുഃഖം സന്തോഷമായും തീർന്ന മാസം? ഉത്തരം ആദാർ മാസം. എസ്തേർ 9-20. ക്വസ്റ്റ്യൻ: നഥനയേൽ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷം? ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം. ക്വസ്റ്റ്യൻ: ഒരു അമ്മോന്യ സ്ത്രീയുടെ മകൻ 17 സംവത്സരം യെരുശലേമിൽ വാണു. ആരാണീ സ്ത്രീ? ഉത്തരം നയമ. 1 രാജാക്കന്മാർ 14-21. ക്വസ്റ്റ്യൻ: 32 രാജാക്കന്മാരുടെ തുണയോടെ യുദ്ധത്തിന് പോയത് ആര്? ഉത്തരം ബെൻ ഹദദ്. 1 രാജാക്കന്മാർ 20-1. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും ഇസ്രയേല്യനായ നാബോത്തിൻ്റെ നിലത്തിങ്കൽ വെച്ച് എതിരേറ്റത് ആരെ? ഉത്തരം യേഹൂവിനെ. 2 രാജാക്കന്മാർ 9-21. ക്വസ്റ്റ്യൻ: കഴുതപ്പുറത്ത് കോലാട്ടിൻകുട്ടിയെ കയറ്റിയത് ആര്? ഉത്തരം ഇശായി. 1 ശമൂവേൽ 16-20. ക്വസ്റ്റ്യൻ: യേശു സൗഖ്യമാക്കിയ ഏറ്റവും പഴക്കം ചെന്ന രോഗമുള്ളത് ആർക്കായിരുന്നു? ഉത്തരം ബെഥസ്ത കുളക്കരയിലെ പക്ഷപാതക്കാരന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-2-11 ക്വസ്റ്റ്യൻ: ദേശത്തിൽ സംഭവിച്ച അതിശയത്തെക്കുറിച്ച് ചോദിക്കുവാനായി ദൂതന്മാരെ അയച്ചത് ആരുടെ അടുക്കൽ? ഉത്തരം യെഹിസ്കിയാവിൻ്റെ. 2 ദിനവൃത്താന്തം 32-31. ക്വസ്റ്റ്യൻ: കർത്താവ് തുണ നിന്നതിനാൽ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചത് ആര്? ഉത്തരം പൗലോസ്. 2 തിമോഥെയോസ് 4-17. ക്വസ്റ്റ്യൻ: വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു? ഉത്തരം 4 പ്രാവശ്യം. വെളിപ്പാട് 19-1, 3, 4, 6 വാക്യങ്ങൾ.
ക്വസ്റ്റ്യൻ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച ശേഷം യേശു പോയതെവിടെ? ഉത്തരം മഗധ ദേശത്ത്. മത്തായി 15:39. ക്വസ്റ്റ്യൻ യഹോവയുടെ ക്രോധത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ചുഴലിക്കാറ്റ്. ഇരമ്യാവ് 30:23. ക്വസ്റ്റ്യൻ മഹാസർപ്പത്തോട് പടവെട്ടിയതാര്? ഉത്തരം മീഖായേലും അവൻ്റെ ദൂതന്മാരും. വെളിപ്പാട് 12:7. ക്വസ്റ്റ്യൻ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ഇസ്രായേൽ മക്കൾ ആദ്യം ഉണ്ടാക്കിയ വസ്തു? ഉത്തരം ദോശ. പുറപ്പാട് 12:39. ക്വസ്റ്റ്യൻ യഹോവ 70 സംവത്സരം ക്രുദ്ധിച്ചിരുന്നത് ഏതെല്ലാം പട്ടണങ്ങളോടായിരുന്നു? ഉത്തരം യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും. സെഖര്യാവ് 1:12. ക്വസ്റ്റ്യൻ മരണസമയത്ത് എല്ലാ യഹൂദായും യെരുശലേം നിവാസികളും ബഹുമാനിച്ചത് ആരെ? ഉത്തരം യെഹിസ്കിയാവിനെ. 2 ദിനവൃത്താന്തം 32:33. ക്വസ്റ്റ്യൻ ഞാൻ രാജാവായിരുന്നില്ല, എങ്കിലും രാജാവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവരെ ന്യായം വിസ്തരിക്കാനും മരണശിക്ഷ നൽകാനും എനിക്ക് അധികാരം ലഭിച്ചു. ഞാൻ ആര്? ഉത്തരം എസ്രാ. എസ്രാ 7:26. ക്വസ്റ്റ്യൻ സ്ത്രീകൾ മുഖാന്തരം കൊല്ലപ്പെട്ട 2 സേനാനായകന്മാർ ബൈബിളിലുണ്ട്. അവർ ആരെല്ലാം? ഉത്തരം സീസര, അബിമേലെക്ക്. ന്യായാധിപന്മാർ 4:21-22, 9:53-54 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ അന്ത്യോക്യ ഒരു സഭാ കേന്ദ്രമാണ്. അവിടെ നിന്നും ആദിമസഭയുടെ ശുശ്രൂഷയിലേക്ക് കടന്നുവന്ന ഒരാൾ വേദപുസ്തകത്തിലുണ്ട്. അതാര്? ഉത്തരം നിക്കോലാവോസ്. അപ്പോസ്തലപ്രവർത്തികൾ 6:5. ക്വസ്റ്റ്യൻ ഷിമോൻ പത്രോസ് വാളൂരി മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് അറുത്തു. അപ്പോൾ മൽക്കോസിൻ്റെ തലയിലുണ്ടായിരുന്നത് ഏത് കാത്? ഉത്തരം ഇടതുകാത്. ലൂക്കോസ് 22:50. ക്വസ്റ്റ്യൻ നിർബന്ധിച്ചിട്ടും സമ്മാനം വാങ്ങാതിരുന്ന ഒരു വ്യക്തിയും നിർബന്ധിച്ചപ്പോൾ സമ്മാനം വാങ്ങിയ ശിഷ്യനും ബൈബിളിലുണ്ട്. ആരെല്ലാം? ഉത്തരം എലീഷ, ഗേഹസി. 2 രാജാക്കന്മാർ 5:16-23. ക്വസ്റ്റ്യൻ വിദേശത്ത് മരിച്ചിട്ട് സ്വന്തം നാട്ടിൽ അടക്കപ്പെട്ട ആദ്യ വ്യക്തി? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി 50:5-13. ക്വസ്റ്റ്യൻ ദൈവം ഒരാളെ പന്ത് പോലെ ഉരുട്ടിക്കളയുമെന്ന് അരുളി ചെയ്തു. ആ വ്യക്തി ആര്? ഉത്തരം ശബ്ന. യെശയ്യാവ് 22:15-18 വരെ. ക്വസ്റ്റ്യൻ ഒരു പുരോഹിതൻ ഒരു രാജാവിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. ആര്? ഉത്തരം യഹോയാദ, യഹോവാഷിനെ. 2 രാജാക്കന്മാർ 12:2. ക്വസ്റ്റ്യൻ ഒരിക്കൽ അരാം സൈന്യം ശമര്യയെ വളഞ്ഞപ്പോൾ അവിടെ വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്രായേൽ രാജാവ് ആരായിരുന്നു? ഉത്തരം യഹോരാം. 2 രാജാക്കന്മാർ 3:1, 6:25. ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ ഒരു രാജാവ് രാജധാനി സംരക്ഷകരായി സ്ത്രീകളെ നിയോഗിച്ചിട്ടുണ്ട്. അയാൾ ആര്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 15:16. ക്വസ്റ്റ്യൻ 500 വയസ്സിനു ശേഷം ആദ്യ സന്തതിയുണ്ടായ ബൈബിൾ കഥാപാത്രം ആര്? ഉത്തരം നോഹ. ഉൽപ്പത്തി 5:32. ക്വസ്റ്റ്യൻ ഒരു രാജാവും മറ്റൊരാളും
തന്നെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കടന്നു ചെന്ന കഥാപാത്രം ആര്? ഉത്തരം ശൂനേംകാരത്തി. 2 രാജാക്കന്മാർ 8:4 മുതൽ 6 വരെ. ക്വസ്റ്റ്യൻ: വിജാതീയ ക്ഷേത്രത്തിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ന്യായാധിപൻ ആര്? ഉത്തരം ഷിംഷോൻ. ന്യായാധിപന്മാർ 16:28. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ 3 പട്ടണങ്ങളെ സഹോദരിമാരായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതെല്ലാം പട്ടണങ്ങളെ? ഉത്തരം യെരുശലേം, ശമരിയ, സോദോം. യെഹെസ്കേൽ 16:1-46. ക്വസ്റ്റ്യൻ: മിലിട്ടറിക്കാർക്ക് ഉപദേശം നൽകിയ പുതിയ നിയമ വ്യക്തി ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. ലൂക്കോസ് 3:14. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണമനുസരിച്ച് പുരോഹിതൻ വസ്ത്രം കീറാൻ പാടില്ല. എന്നാൽ പഴയ നിയമത്തിൽ ഒരു പുരോഹിതൻ തൻ്റെ വസ്ത്രവും മേലങ്കിയും കീറിയിട്ടുണ്ട്. അതാര്? ഉത്തരം എസ്രാ. എസ്രാ 7:11, 9:3. ക്വസ്റ്റ്യൻ: ഒരു വ്യക്തി തൻ്റെ മകനെ സംബന്ധിച്ച് ഭാര്യയോട് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു. അയാൾ ആര്? ഉത്തരം ദാവീദ്. 1 രാജാക്കന്മാർ 1:29-30. ക്വസ്റ്റ്യൻ: ഭർത്താവ് ഭോഷനാണെന്ന് പറഞ്ഞ ഒരു ഭാര്യ വേദപുസ്തകത്തിലുണ്ട്. ആര്? ഉത്തരം അബീഗയിൽ. 1 ശമൂവേൽ 25:25. ക്വസ്റ്റ്യൻ: യഹോവയുടെ പുരോഹിതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഒരാൾ ബൈബിളിലുണ്ട്. അതാര്? ഉത്തരം ദോവേഗ്. 1 ശമൂവേൽ 22:18. ക്വസ്റ്റ്യൻ: യാക്കോബ് 2 കല്ല് എടുത്ത് തൂണായി നിർത്തിയിട്ടുണ്ട്. എവിടെയെല്ലാം? ഉത്തരം ബഥേലിലും ഗിലെയാദ് പർവ്വതത്തിലും. ഉൽപ്പത്തി 28:18, 31:23-45 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.